ഇന്ത്യയിലെ തെക്കൻ സംസ്ഥാനമായ കേരളം കടലിനോട് ചേർന്നുള്ള ഭൂമിശാസ്ത്രപരമായ സ്ഥാനം കാരണം പൊതുവെ ചൂടും ഈർപ്പവുമുള്ള സ്ഥലമാണ്. നീണ്ട കടൽ തീരമുള്ള കേരളത്തിൽ നിരവധി ബീച്ചുകളുണ്ട്. എന്നിരുന്നാലും കേരളത്തെ ഏറ്റവും മനോഹരമായ സംസ്ഥാനങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നതും എല്ലാ ഇന്ത്യക്കാർക്കും വിദേശികൾക്ക് പോലും പ്രിയപ്പെട്ടതാക്കുന്നതും രാജ്യത്തിന്റെ മറ്റേതൊരു സ്ഥലത്തു നിന്നും ലഭിക്കാത്ത പ്രകൃതി ദൃശ്യങ്ങളുടെ വൈവിധ്യമാണ്. കാലാവസ്ഥയുടെയും താപനിലയുടെയും കാര്യത്തിൽ അല്പം ചൂടാണെങ്കിലും വേനൽക്കാലത്ത് പലരും കേരളം സന്ദർശിക്കാറുണ്ട്. വേനൽക്കാലത്ത് നിങ്ങളുടെ യാത്രകൾ മനോഹരമാക്കാൻ കഴിവുള്ള കുറച്ചു സ്ഥലങ്ങൾ പരിചയപ്പെടാം. മൂന്നാർ. വേനൽക്കാലത്ത് കേരളത്തിന്റെ ഭൂപ്രകൃതിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉയരം കൂടിയ പ്രദേശമായതുകൊണ്ട് തന്നെ തണുത്ത കാലാവസ്ഥയാണ് ഹിൽ സ്റ്റേഷനുകളിൽ എപ്പോഴും അനുഭവപ്പെടുന്നത്. മൂന്നാർ കേരളത്തിലെ പച്ചപ്പും ഹരിതീമയും റിഫ്രഷിംഗ് ആയ കാലാവസ്ഥയും കൊണ്ട് ഏറ്റവും മനോഹരവും ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്നതുമായ ഹിൽ സ്റ്റേഷനാണ്. പച്ചമുതച്ച തേയിലത്തോട്ടങ്ങളിലാണ് മൂന്നാറിന്റെ വശ്യതയുള്ളത്. താഴ്ന്നു പറക്കുന്ന മേഘങ്ങളും മൂടൽ മഞ്ഞുള്ള താഴ്വരകളും മൂന്നാറിനെ ഹണിമൂൺ ദമ്പതികൾക്ക് ഒരു സ്വപ്നയാത്രാ കേന്ദ്രമാക്കി മാറ്റുന്നു. നിരവധി റിസോർട്ടുകൾ ഇവിടെയുണ്ട്. കൂടാതെ മുഴുവൻ പ്രദേശവും വിനോദസഞ്ചാരത്തിന് വളരെ അനുയോജ്യവുമാണ്. വേനൽക്കാലത്തെ ഏറ്റവും തണുപ്പേറിയ പ്രദേശവും ഇത് തന്നെയാണ്. കൂടാതെ ധാരാളം റിസോർട്ടുകളും ഫുഡ് സ്പോട്ട്സും ഇവിടെയുണ്ട്. വയനാട്. കേരളത്തിലെ വനപ്രദേശമായ വയനാട് പ്രകൃതി സ്നേഹികൾക്കും മൃഗസ്നേഹികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട സ്ഥലമാണ്. വയനാട് വന്യജീവി സങ്കേതമാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. കേരളത്തെ ഒരു പച്ച പരവതാനി കണക്കെ പുതഞ്ഞിരിക്കുന്ന വയനാട് സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ബെസ്റ്റ് സ്പോട്ട് കൂടിയാണ്. കൂടാതെ യാത്രക്കിടയിൽ വന്യജീവികളെ കാണാനും സാധിക്കും. വാഗമൺ. പ്രകൃതി സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ മൂന്നാറിന് തൊട്ടു പിറകിൽ നിൽക്കുന്ന സ്ഥലമാണ് വാഗമൺ. ഒരുപാട് ഫിലിം ഷൂട്ടുകൾ നടന്നിട്ടുള്ള വാഗമൺ ഒരു കിടിലൻ അറ്റ്മോസ്ഫിയറിനോടൊപ്പം തന്നെ ഒരു ദൃശ്യവിരുന്നും നമുക്കായി ഒരുക്കിയിട്ടുണ്ട്. കോവളം. കേരളത്തെ കുറിച്ച് പറയുമ്പോൾ മാറ്റി നിർത്താൻ കഴിയാത്ത സ്ഥലമാണ് കോവളം. കേരളത്തിലെ ഏറ്റവും മനോഹരവും ജനപ്രിയവുമായ ബീച്ചാണിത്. ബീച്ചിന്റെ മനോഹരതയിൽ കടലോലങ്ങൾ കവിത ചൊല്ലുമ്പോൾ മനസ്സിനെ കുളിരണിയിക്കാൻ ഇതിൽ പറം മറ്റെന്തു വേണം. കഥയും കവിതയും എഴുതുന്നവർക്കും ഫാമിലി കപ്പിൾസ് ആയി പോകുന്നവർക്കുമൊക്കെ ഒരു പ്രൈവറ്റ് സ്പോട്ട് കൂടിയാണ് കോവളം. വർക്കല. വേനൽക്കാലത്ത് തീർച്ചയായും സന്ദർശിക്കേണ്ട കേരളത്തിലെ മറ്റൊരു മനോഹരമായ ബീച്ച് അല്ലെങ്കിൽ ഒരു തീരപ്രദേശം എന്ന് പറയാം വർക്കലയെ. കടൽ തീരവും പാറക്കെട്ടുകളും എല്ലാം ഒരു ഫോട്ടോഗ്രാഫിക് സ്പോട്ടായി വർക്കലയെ മാറ്റുന്നു. സർഫിംഗ്, ജെറ്റിംഗ്, പാരാസൈലിംഗ്, കുതിരസവാരി പോലുള്ള നിരവധി ജലകായിക വിനോദങ്ങളും എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസും ഇവിടെ നിങ്ങൾക്ക് ആസ്വദിക്കാനാകും. കാസർഗോഡ്. അധികം തിരക്കില്ലാത്തതും വാണിജ്യാടിസ്ഥാനത്തിലല്ലാത്തതുമായ ഒരു തീരമാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ കാസർഗോഡ് ഒരു പെർഫെക്റ്റ് സ്പോട്ടാണ്. പ്രകൃതിയുമായി ഒന്നായി ചേർന്നിരിക്കാനും കടൽക്കാറ്റിന്റെ വന്യതയും കുളിരും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് കാസർഗോഡ്. കുന്നുകൾ കടലിലേക്ക് ഉരുണ്ടുകൂടുകയും തെങ്ങുകൾ തീരത്ത് വളർന്നു നിൽക്കുകയും ചെയ്യുന്ന കാസർഗോഡ് ഒരു കിടിലൻ സൂര്യാസ്തമയവും മനസ്സിന് സമാധാനവും റിഫ്രഷ്മെന്റും നൽകുന്ന അന്തരീക്ഷമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ കാസർഗോഡിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ആലപ്പിക്കായൽ. കേരളത്തെ ഇന്ത്യക്കാരുടെയും വിദേശികളുടെയും പ്രിയപ്പെട്ട സ്ഥലമാക്കി മാറ്റുന്ന ഒരു മെയിൻ സ്പോട്ടാണിത്. കായലിലെ അരുവികൾക്ക് ചുറ്റുമുള്ള മനോഹരമായ ഭൂപ്രകൃതിയും സമൃദ്ധമായ നെൽവയലുകളും കായലുകളും തെങ്ങിൻ തോപ്പുകളും എല്ലാം ആലപ്പി കായലിനെ കൂടുതൽ മനോഹരമാക്കുന്നു. രാജ്യത്തിന്റെ മറ്റേതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഒരു വശ്യത ഈ കായലിനുണ്ട്. കായലിലൂടെയുള്ള ഹൗസ് ബോട്ട് യാത്രകളും വളരെ നല്ലൊരു അനുഭൂതിയാണ് പ്രദാനം ചെയ്യുന്നത്. വേനൽക്കാലത്ത് മറ്റു സീസണുകളെ അപേക്ഷിച്ച് ഹൗസ് ബോട്ടുകൾ ലഭിക്കുന്നു എന്നുള്ള പ്രത്യേകതയും ഇവിടെയുണ്ട്. കുമരകം. വേമ്പനാട് തടാകത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ വിചിത്രമായ ഗ്രാമത്തിന് അതിൻ്റെതായ തനതു സൗന്ദര്യം നൽകുന്നത് അവിടുത്തെ സസ്യജാലങ്ങളും ഹൗസ് ബോട്ട്, ക്രൂയിസിംഗ്, മീൻപിടുത്തം, ബോട്ടിംഗ് കൂടാതെ അവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ അവർ ഉണ്ടാക്കിയെടുത്ത സംവിധാനങ്ങൾ കൂടിയാണ്. കുമരകത്ത് മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് കുമരകം പക്ഷി സങ്കേതം. അത് നിങ്ങൾക്ക് ഒരു വ്യത്യസ്ത അനുഭൂതിയാകും നൽകുക. കോഴിക്കോട്. കോഴിക്കോട് എന്ന് കേൾക്കുമ്പോൾ തന്നെ മലയാളികളുടെ മനസ്സിൽ ഓടിയെത്തുന്ന 1000 രുചിക്കൂട്ടുകളുണ്ട്. കോഴിക്കോടൻ സ്പെഷ്യൽസ്. ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇവിടെ നീണ്ട കടൽ തീരമായതിനാൽ മികച്ച ചില സമുദ്ര വിഭവങ്ങളും ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. കാഴ്ചകൾ മനം കുളിർപ്പിക്കുമ്പോൾ രുചിഭേദങ്ങൾ നിങ്ങളുടെ വയറു നിറയ്ക്കും. തേക്കടി. നിങ്ങളൊരു പ്രകൃതി സ്നേഹിയാണെങ്കിൽ വേനൽക്കാലത്ത് യാത്ര ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങളിൽ ഒന്നാണ് തേക്കടിയിലെ പെരിയാർ വന്യജീവി സങ്കേതം. കടുവകൾ, ആനകൾ, കാട്ടുപോത്തുകൾ, സാമ്പ എന്നിവയെ സംരക്ഷിക്കുക മാത്രമല്ല തേക്കടി തടാകത്തിന്റെ അതിശയിപ്പിക്കുന്ന പ്രകൃതി ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാനും കഴിയും. തേക്കടിയിലൂടെയുള്ള ബോട്ട് സവാരി നിങ്ങൾക്ക് വേറിട്ടൊരു അനുഭവമായിരിക്കും. തൃശ്ശൂർ. വേനൽക്കാലത്ത് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ തീർച്ചയായും സന്ദർശിക്കണം.
കാരണം വേനൽക്കാലത്ത് തൃശ്ശൂർ നഗരം അവരുടെ സംസ്കാരം, മതം, പാരമ്പര്യം എന്നിവയുടെ ആഘോഷമായ തൃശ്ശൂർ പൂരത്തിന് ആതിഥേയത്വം വഹിക്കുന്നു. അതിനു പുറമെ നഗരത്തിലും പരിസരത്തും നിരവധി വെള്ളച്ചാട്ടങ്ങളും പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ സ്ഥലങ്ങളുമുണ്ട്. തൃശ്ശൂർ നിങ്ങൾക്കൊരു വ്യത്യസ്തവും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമായ അനുഭവമാകും നൽകുക. പൂവാർ കടൽ വെള്ളത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെറിയ കോട്ടേജുകളാണ് വിനോദസഞ്ചാരികൾക്കും യാത്രക്കാർക്കും പൂവാറിനെ പ്രിയങ്കരമാക്കുന്നത്. പൂവാർ നിങ്ങൾക്ക് മാലിദ്വീപിന് സമാനമായ ഒരു അന്തരീക്ഷം നൽകുന്ന സ്ഥലമാണ്. കേരളത്തിൽ തന്നെ മനോഹരമായ ഈ ബീച്ച് ഒരു ഉഷ്ണമേഖലാ പറുദീസയാണ്. രാത്രി സമയങ്ങൾ ഈ ബീച്ചിനെ കൂടുതൽ മനോഹരമാക്കുന്നു. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.